ഹെഡ്മീൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ചുമന്ന കളറിൽ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ്ഡ് എന്നാക്കിയ ശേഷം അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും, അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹെഡ്മീൽ യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ 65 ആണ്. പല രീതിയിൽ നിങ്ങൾ റെസിപ്പികൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇത് എൻ്റെ ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ്, അധികം സംഭവങ്ങളൊന്നുമില്ല, വലിയ മസാലകളോ നമ്മുടെ ശരീരത്തിന് ദോഷമുള്ള ഒന്നുമോ ഇതിൽ ചേർക്കുന്നില്ല. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ചിക്കൻ 65 ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ 350 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാതെയാണ് എടുത്തിരിക്കുന്നത്. എല്ലില്ലാതെയാണ് നല്ലത്, മാംസം മാത്രം. ഒത്തിരി വലിയ പീസല്ല, ഇതുപോലെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് 8 അല്ലി വെളുത്തുള്ളി ഉണ്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇത് നമുക്ക് പേസ്റ്റ് ആക്കണം. ബാക്കി ഞാൻ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോ പറയാം. ഇനി നമുക്ക് മാരിനേഷൻ ചെയ്യാം. 350 ഗ്രാം ചിക്കനിലേക്ക് നമുക്ക് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. 1 ടീസ്പൂൺ മൈദയും 2 ടീസ്പൂൺ കോൺഫ്ലോറും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അപ്പോൾ നമുക്ക് നല്ല കളറ് കിട്ടും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് അധികം ഇടണ്ട, കാരണം നമുക്ക് സോയാ സോസും ഒഴിക്കണം, അതിനും ഉപ്പുണ്ട്. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. ഒന്നര ടീസ്പൂൺ സോയാ സോസ്, ഡാർക്ക് സോയാ സോസ് ആണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു മുട്ട. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് മാരിനേറ്റ് ചെയ്യണേ, എങ്കിലേ എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആവത്തുള്ളൂ. കൈ ഇടാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ സ്പൂൺ കൊണ്ട് തന്നെ ചെയ്തോണേ. ലേശം ഒന്ന് ടേസ്റ്റ് നോക്കിയ ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. എനിക്ക് കുറച്ചുകൂടി ഉപ്പ് വേണം. അപ്പൊ നമ്മുടെ മാരിനേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് കുറഞ്ഞതൊരു അരമണിക്കൂർ ഇത് അടച്ചു വെച്ചേക്കാം. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് വെക്കാം. ഇതിപ്പോ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ആക്ച്വലി ഇത് 1 മണിക്കൂർ കഴിഞ്ഞു. ഞാനിത് മാരിനേറ്റ് ചെയ്തിട്ട് വേറെ കുറെ പണിക്ക് പോയി, അങ്ങനെ ലേറ്റ് ആയി. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഇരുന്നാൽ മതി കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഇതിൽ റെക്കോർഡ് ആയിട്ടില്ല, അത് ഞാൻ പറയാം എന്താ ചെയ്തതെന്ന്. പാൻ എടുത്തിട്ട് അതിൽ ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും വറുത്തെടുക്കാം, അതല്ലാതെ എണ്ണ കൂടുതൽ ഒഴിച്ച് വറുത്ത് കോരി എടുക്കണമെങ്കിൽ അങ്ങനെയും ആകാം. ഇതിൽ കുറച്ചെണ്ണ വേണമെങ്കിലും ഒഴിക്കാം. 3 രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം. എണ്ണ ഒഴിച്ച ശേഷം എണ്ണ ചൂടായിട്ട് സ്പൂണിൽ ഓരോ കഷ്ണങ്ങൾ എടുത്ത് ഇങ്ങനെ ഇടണം. ഒറ്റ പ്രാവശ്യമായിട്ട് നിങ്ങളുടെ പാനിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ആക്ച്വലി ഇങ്ങനെ ഓരോന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ആവശ്യമില്ല, അടി നന്നായിട്ട് വെന്തു. ഇങ്ങനെ തന്നെ മറിച്ചിടാം. ഞാൻ തീ കൂട്ടിയിട്ടിട്ടില്ല, മീഡിയത്തിലും ലേശം കുറച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് ഇച്ചിരി മോര് റെഡിയാക്കണം. ഇത്ര മതി, ഈ സ്പൂണിന് 2 സ്പൂൺ. ഇതൊന്ന് ഉടയ്ക്കാം. അതിലേക്ക് ഈ ഗ്ലാസ്സിനൊരു 3/4 ഗ്ലാസ് വെള്ളം. അപ്പോ മോര് റെഡിയായി, ഇതവിടെ ഇരിക്കട്ടെ. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തു. ഇനി ഇതിൽ നിന്നും മാറ്റാം. അപ്പൊ ഇങ്ങനെ വറുത്തെടുക്കുന്നവര്, ഞാനിപ്പോ ഒഴിച്ചതിന്റെ അത്രയും എണ്ണ ഒഴിച്ചില്ലേലും കുഴപ്പമില്ല. ഇത് നമ്മൾ ഇനി യൂസ് ചെയ്യും, അതായത് ഇതേ റെസിപ്പിക്ക് തന്നെ. ഇനി വേറെ ഒരു പാത്രം വെച്ച ശേഷം ആ എണ്ണയുടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്, 2-3 ടേബിൾ സ്പൂൺ. ഇനി അതിലേക്ക് ലേശം പട്ട, ഒരു 3 പച്ചമുളക് കീറിയത്,
പിന്നെ ചേർക്കുന്നത് കറിവേപ്പില, ഒന്ന് വയലട്ടെ. ഇപ്പോൾ കറിവേപ്പിലയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമ്മൾ തീ ഏറ്റവും കുറച്ച ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മോരില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി തീ അല്പം കൂട്ടി വെച്ചിട്ട് ഈ മോരൊന്ന് തിളയ്ക്കണം. നമ്മുടെ മോര് തിളച്ചു. തീ ഇനി അല്പം കുറച്ചിട്ട ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. തീ കൂട്ടി തന്നെ ഇട്ടേക്കുന്ന ഈ മോര് ഇതിനകത്തെല്ലാം പിടിച്ച് പറ്റണം. അപ്പൊ ഞാനിതിൽ ലേശം റെഡ് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഞാനത് നിങ്ങളെ കാണിക്കാഞ്ഞത് നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ അത് ചേർക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത് പക്ഷെ എനിക്ക് ഫോട്ടോ എടുക്കുമ്പോൾ അല്പം കളറ് വേണമല്ലോ, അതിനു വേണ്ടിയാണ് ഞാൻ ചേർത്തത്. അല്ലെന്നുണ്ടെങ്കിൽ സാധാ ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ അത് ചേർക്കാറില്ല. അപ്പൊ ഇനി ഫുഡ് കളർ ചേർക്കണം എന്ന് നിർബന്ധം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ലേശം 1-2 നുള്ള് കളർ എടുത്ത് ലേശം വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചാൽ മതി. ഇപ്പോൾ അതൊക്കെ പറ്റി നല്ല പരുവമായിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ആവണം. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പൊ ഇത്രയുള്ള സംഭവം വളരെ എളുപ്പമാണ്. ഇപ്പൊ തന്നെ നല്ല സെയിം നമ്മൾ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്താൽ എങ്ങനെയാ മണം, ആ ഒരു മണമാണേ. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.